കണ്ണൂരിൽ കനത്ത മഴയിൽ നിരവധി പ്രദേശങ്ങളിൽ വെള്ളത്തിൽ. പടന്നപ്പാലം, കക്കാട്, പള്ളിപ്പുറം, അത്താഴക്കുന്ന് ഭാഗങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പള്ളിപ്പുറം റോഡിൽ കാറ് വെള്ളത്തിൽ മുങ്ങി. തുണിയെല്ലാം നനഞ്ഞു പോയി, കുട്ടിയെല്ലാം താഴെ വീണ് പോയി. കട്ടിൽ പോട്ട് കട്ടിൽ മുക്കാൽ കയറിപ്പോയി. അങ്ങനെ 6 നൂക്കളെ കുറേ ആളോടെ പറഞ്ഞ് 1 നൂക്കളെ രാവിലെ ചാപ്പാടില്ല, ചായ അല്ല, ഒന്നും കുടിച്ചില്ല. പുറത്ത് പോകാൻ കഴിയില്ല, അത്ര വെള്ളം. കട്ടിൽ മെല്ലിയായിട്ടല്ല, ചെറിയ കുട്ടികൾ കൊല്ലം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും നമുക്ക് ഹെൽപ്പാകില്ല. നമ്മൾ തമിഴ്നാട്ടിലേருந்து വന്നിട്ട് കുറേ വീടുകളാണ് വൃത്തിയാക്കുന്നുണ്ട്. ഒന്നും ചെയ്യില്ല. എത്ര ആൾക്കാരുണ്ട് നോക്കിയിട്ട് പോകുന്നുണ്ട്, ഒന്നും ചെയ്യില്ല. എല്ലാവരും കൂലി പണി ഇതാൻ പോകും, എനിക്ക് ജീവിക്കും. പിന്നെ കുറേ അരി, സാപ്പാട് എല്ലാം കേടായിപ്പോയി. എല്ലാം വെള്ളത്തിൽ അടിച്ചു പോയി. അങ്ങനെ വീട്ടുള്ളിൽ ഇത്ര വെള്ളമുണ്ട്. അറിയില്ല സാറേ എവിടെ ഉണ്ട് പോകും. ഉള്ളിലേക്കുണ്ട്, ഒന്നും അറിയാത്ത രാവിലെ അങ്ങനെയുണ്ട്. കണ്ണൂർ പടന്നപ്പാലത്ത് നിരവധി വീടുകളിലും ക്വാർട്ടേഴ്സുകളിലുമാണ് വെള്ളം കയറിയത്. 40-ലധികം വീട്ടുകാരെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. ബുധനാഴ്ച രാത്രി മുതൽ വെള്ളം കയറാൻ തുടങ്ങിയതാണെന്ന് ക്വാർട്ടേഴ്സുകളിലെ താമസക്കാർ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണെന്നും ഇവർ പറഞ്ഞു. മഞ്ചപ്പാലം ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട്. പയ്യാമ്പലത്ത് അഴിമുറിച്ചതിനാൽ കടലിലേക്ക് നീരൊഴുക്കുണ്ട്. ഇതാണ് പെട്ടെന്ന് വെള്ളം ഇറങ്ങാൻ കാരണം. കക്കാട് ഭാഗത്തും വലിയ വെള്ളപ്പൊക്കമാണ്. കക്കാട് പുഴ കരകവിഞ്ഞു. ചെക്കിച്ചിറ ഭാഗത്ത് ഗർഭിണി അടക്കമുള്ളവരെ ഫയർഫോഴ്സും റവന്യൂ വിഭാഗവും ചേർന്ന് മാറ്റിപ്പാർപ്പിച്ചു. കക്കാട് പുഴ കരകവിഞ്ഞു ഒഴുകിയതാണ് ഈ മേഖലയിലെ വെള്ളപ്പൊക്കത്തിന് കാരണം. കക്കാട് നിന്ന് പള്ളിപ്പുറത്തേക്കുള്ള റോഡ് പൂർണ്ണമായും മുങ്ങി. ഇവിടെ ഒരു കാർ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട്. ഇന്നലെ രാത്രി കുടുങ്ങിയതാ. പുഴാതി മേഖലയിലും പല ഭാഗത്തും വെള്ളം കയറി. മുഴപ്പിലങ്ങാട് മലക്ക് താഴെ ഭാഗത്തും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. 3 വീട്ടുകാരെ ഇവിടെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.